നിങ്ങളാരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങളുള്ളത് സുരക്ഷിതമായ മേഖലയിലാണ്. നിങ്ങൾക്കാർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ല. നിങ്ങളുടെയൊക്കെ വയറ് അവിടെ നിറയുക തന്നെ ചെയ്യും. പണിയില്ല എന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കരുതലോടുകൂടി കാണുകയും ചെയ്യും. നിങ്ങൾ അവിടെ സുരക്ഷിതരാണ്. ഇത് മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിലെ ബംഗാളികളോട് പറഞ്ഞതാണ്. അതായത് അവരുടെ നാട്ടുകാരോട് പറയുകയാണ്, കേരളത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. രോമാഞ്ചമാണിത്. അതാണ് നമ്മുടെ കേരളം. ഇവിടെ ബംഗാളി എന്നോ തമിഴനെന്നോ അല്ലെങ്കിൽ ഒറീസക്കാരനാണെന്നോ UP-കാരനാണെന്നോ അങ്ങനെയൊരു വിവേചനമില്ല എന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് മഹുവ മൊയ്ത്ര വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതാണ് കേരളം. ആ കേരളത്തെയാണ് ചിലർക്ക് ഭയമാകുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നടുനിവർത്തി നിൽക്കുന്ന സമയത്ത് അവർ ഭയപ്പെട്ടു പോകുന്നു. സംഘികളായ ചിലർ പേടിച്ചു പോകുന്നു. അവർ വിചാരിക്കുന്നു സംഘികളുടെ കയ്യിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളെക്കാൾ മികച്ചതായി നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ലീഗുകാരും മാറി മാറി ഭരിക്കുന്ന ഈ കേരളമായി കഴിഞ്ഞാൽ നമുക്കത് നാണക്കേടാണ്. അതിനാൽ ചില പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന സംഘികൾക്കിടയിൽ മഹുവ മൊയ്ത്ര എന്ന ബംഗാളിന്റെ ആ പുലിക്കുട്ടി കേരളീയരെ കുറിച്ച് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ സുഖം എന്താണുള്ളത്? പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഒരു ബംഗാളി പോലും പട്ടിണി കിടക്കില്ല എന്ന് ലോകത്തോട്, ഈ രാജ്യത്തോട്, മറ്റൊരു ദേശത്തുള്ള മറ്റൊരു സംസ്ഥാനത്തുള്ള ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. മഹുവ മൊയ്ത്ര പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ ആരും ഒന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ ഒരു കുപ്രചാരണങ്ങളിലും വീണു പോകരുത്. കാരണം അവിടെയുള്ളത് നല്ല സർക്കാരാണ്. അവിടെയുള്ളവർ നിങ്ങളെ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അവിടെ സുരക്ഷിതരാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെയുള്ള ജനപ്രതിനിധികളുമായി ബന്ധപ്പെടാം. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ് എന്നാണ് മഹുവ മൊയ്ത്ര ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ട്വീറ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് കേരളത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വികാരത്തെയാണ്. കാരണം കേരളത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കും. എന്തായാലും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം ഇപ്പോൾ എന്തായാലും ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മറ്റുള്ള സംസ്ഥാനക്കാരെയും ഒരേപോലെ കരുതലോടുകൂടി അവരെ വിളിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നല്ല, അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച ഈ കേരളവും കേരളത്തിന്റെ പിണറായി വിജയനും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് പിണറായി വിജയൻ ഇരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.